ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞങ്ങൾ പോകുന്നത് പാം ജുമേറയിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ പോകുന്നത് മെട്രോ വഴിയാണ്. ദുബായ് എയർപോർട്ട് ഫ്രീ സോൺ എന്നുള്ള മെട്രോ സ്റ്റേഷനിൽ നിന്നാണ് ഞങ്ങൾ കയറിയത് കേട്ടോ. അവിടുന്ന് റെഡ് ലൈൻ ചേഞ്ച് ചെയ്ത് ശോഭ റിയാലിറ്റി എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് നമ്മൾ ഇറങ്ങിയത്. അവിടെ ഇറങ്ങി ഞങ്ങൾ നേരെ നടക്കുന്നത് ഇനി ട്രാമിൽ കയറാനാണ് കേട്ടോ. ഇത് ഈ റൈറ്റ് സൈഡിൽ കാണുന്നതാണ് ട്രാം. അപ്പോൾ നമുക്ക് ട്രാമിൽ കയറി കഴിഞ്ഞാലാണ് മോണോറെയിൽ വഴി പാം ജുമേറയിൽ എത്താൻ പറ്റുള്ളൂ. അങ്ങനെ ഞങ്ങൾ ട്രാമിൽ കയറി. നല്ല രസമാണ് കേട്ടോ പുറത്തത്തെ വ്യൂ ഒക്കെ കാണാൻ. ശരിക്കും റോഡിനോട് ചേർന്നിട്ടാണ് ഇതിൻ്റെ ട്രാക്ക് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ വണ്ടികൾ പോകുന്നതിൻ്റെ ഒപ്പം തന്നെ നമ്മുടെ ട്രാമും പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കാണാനായിട്ട് നല്ല രസമുണ്ടായിരുന്നു. ദുബായ് മറീന എന്ന് പറഞ്ഞ സ്റ്റോപ്പിൽ നിന്നാണ് കേട്ടോ നമ്മൾ ട്രാമിൽ കയറിയത്. അവിടെ നിന്ന് നമ്മൾ പാം ജുമേറ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിൽ വേണം ഇറങ്ങാനായിട്ട്. അപ്പോൾ നമ്മളവിടെ ആ സ്റ്റോപ്പിൽ എത്തിയിട്ടുണ്ട്. ഇനി ഒരു കാർ പാർക്കിംഗ് ഏരിയയിൽ കൂടെ നടന്നിട്ട് വേണം നമുക്ക് മോണോറെയിൽ സ്റ്റേഷനിൽ എത്താനായിട്ട്. ഈ പാർക്കിംഗ് ഏരിയയിൽ കൂടെ നടക്കുന്നതിന് മുമ്പായിട്ടായിരുന്നു നമുക്ക് ടിക്കറ്റ് കൗണ്ടർ വരുന്നത് കേട്ടോ. അറ്റ്ലാന്റിസ് അക്വാവെഞ്ചർ എന്ന് പറഞ്ഞിട്ടുള്ള സ്റ്റോപ്പിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. മോണോറെയിലിൻ്റെ ലാസ്റ്റ് സ്റ്റോപ്പും അത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ ടിക്കറ്റ് ചാർജ് വരുന്നത് 60 ദിറംസ് ആണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടിയിട്ട്. NBD കാർഡ് ഉപയോഗിച്ച് ക്യാഷ് പേ ചെയ്തുകൊണ്ട് തന്നെ സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു. 48 ദിറംസ് മാത്രമാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കൂടി പേ ചെയ്യേണ്ടി വന്നിട്ടുള്ളൂ കേട്ടോ. ഇവിടെ ഞങ്ങൾ ലാസ്റ്റ് ഡെസ്റ്റിനേഷനിലേക്കുള്ള ടിക്കറ്റ് എടുത്തുകൊണ്ട് തന്നെ ഈ മോണോറെയിലിൽ അന്നത്തെ ദിവസം നമുക്ക് എത്ര തവണ വേണമെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും സഞ്ചരിക്കാവുന്നതാണ് കേട്ടോ. അതിനുള്ളിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള ഒരു കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് അതിനുള്ളിൽ നിന്ന് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ ട്രാക്കിലൂടെയാണ് കേട്ടോ ഈ മോണോറെയിൽ പോകുന്നത്. അത് തന്നെയാണ് ഈ മോണോറെയിലിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി. അവിടെ ഫുൾ ഫോറിനേഴ്സാണ് കേട്ടോ. ടൂറിസ്റ്റുകളെ ടാർഗറ്റ് ചെയ്തിട്ടുള്ള റെസ്റ്റോറൻറ്റുകളും ഹോട്ടലുകളൊക്കെയാണ് അവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ അവിടെ ഉള്ളത് ഒരു ബീച്ചാണ്. പക്ഷെ നമുക്ക് ആ ബീച്ചിലേക്ക് ഇറങ്ങാൻ പറ്റില്ല എന്നാണ് അവർ പറഞ്ഞത്. അപ്പം നമ്മൾ പുറത്ത് നിന്ന് ബീച്ചൊക്കെ കണ്ടു. കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾ വീണ്ടും മോണോറെയിലിൽ തന്നെ തിരിച്ച് പോവാണ് കേട്ടോ. ഞങ്ങൾ ഇറങ്ങിയത് ലാസ്റ്റ് സ്റ്റോപ്പിലാണ് കേട്ടോ. അതിന് മുമ്പുള്ള സ്റ്റോപ്പുകളിൽ ഇറങ്ങിയാലും നമുക്ക് കാണാനും എക്സ്പീരിയൻസ് ചെയ്യാനായിട്ട് കുറേ സ്ഥലങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ടൈം ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ നെക്സ്റ്റ് പോയത് കൈറ്റ് ബീച്ചിലേക്കാണ്.
ഏകദേശം ഒരു സൺസെറ്റിൻ്റെ ടൈം ആയപ്പോഴാണ് ഞങ്ങൾ കൈറ്റ് ബീച്ചിലെത്തിയത്. പിന്നെ കുറച്ച് നേരം അവിടെ കോഫിയൊക്കെ കുടിച്ച് ടൈം സ്പെൻഡ് ചെയ്തു. അപ്പോൾ അത്രയുള്ള ഗൈസ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ ഇനി വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ടാറ്റാ.